കാവാലത്ത് കണ്ണാടി എന്ന പ്രദേശത്ത് ആദ്യകാലത്ത് യൗവനയുക്തനായ വി.എസ്. പാർട്ടി നിർദ്ദേശവുമായി അവിടെ എത്തുന്ന സമയത്ത് ഒരു ചായക്കടയിൽ വെച്ചാണ് ഒരിക്കൽ ജോസഫ് എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെട്ടത്. തോടിൻ്റെ ഓരത്തെ ഒരു ചായക്കടയിലെ തിണ്ണയിൽ അച്യുതാനന്ദൻ എന്തോ ആലോചിച്ച് കാര്യപരിപാടികൾ ആലോചിച്ചിരിക്കുമ്പോൾ മുന്നിലേക്ക് നീക്കി വെക്കപ്പെട്ട ഒരു ചായക്കോപ്പ് കണ്ടാണ് ഞെട്ടി വരുന്നത്. ആ ചായക്കോപ്പ് വെച്ച് നീട്ടിയ ചെറുപ്പക്കാരൻ്റെ പേരാണ് ജോസഫ് എന്ന് പറയുന്നത്. പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്നു. കൂട്ടുകാർ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവർ പോയി എന്ന് പറയുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, കമ്മ്യൂണിസ്റ്റിലെ എങ്ങനെ മനസ്സിലായി? നിങ്ങൾ കൂട്ടുകാരത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴൊരു സംശയമുണ്ടായിരുന്നു. മംഗലപ്പള്ളി ജോസഫ് എന്ന് പറയുന്നയാൾ ആ ഒരു സംഭവത്തോടു കൂടിയാണ് വി.എസിൻ്റെ എല്ലാമായി മാറുന്നത്. ജോസഫിൻ്റെ വീട്ടിലേക്കാണ് പിന്നീട് വി.എസ്. എത്തുന്നത്. ഉള്ളതിൽ പാതി കഴിച്ച് ഉള്ള നേരം വർത്തമാനം പറഞ്ഞ് പാർട്ടി പരിപാടികൾ വിശ്വസിപ്പിച്ച് ജോസഫിൻ്റെ കുടുംബവുമെല്ലാം ജോസഫിൻ്റെ ഭാര്യ മേരിയെയും ഒക്കെ വി.എസ്. തന്നെയാണ് പാർട്ടി എന്താണ് എന്ന് പഠിപ്പിച്ചത്. അങ്ങനെ ജോസഫ് വഴി തൊഴിലാളികളിലേക്ക് എത്താമെന്ന് വി.എസ്. മനസ്സിലാക്കുകയും സ്ഥലവാസി എന്ന പ്രത്യേകത ഉപയോഗപ്പെടുത്തി ജോസഫിൻ്റെ വീടുകളിലെത്തുന്ന ആളുകളിലേക്ക് കൂടുതൽ ആശയങ്ങൾ സംവദിച്ച് അങ്ങനെ വേലയെക്കുറിച്ച്, കൂലിയെക്കുറിച്ച്, അതിലെ ചൂഷണത്തെക്കുറിച്ച്, വേല സമയത്തെക്കുറിച്ച് ഒക്കെ ആ വീടിൻ്റെ തിണ്ണയിലിരുന്ന് പറഞ്ഞൊക്കെയാണ് വി.എസ്. സംഘടനാ പ്രവർത്തനം തുടങ്ങുന്നത്. അങ്ങനെ ഭക്ഷണത്തിന്, കിടക്കാനിടത്തിന്, മേൽക്കൂരയ്ക്ക് ഒക്കെ വി.എസ്. കടപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട്. പിന്നീട് വി.എസ്. പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്താണ് ജോസഫ് മരിക്കുന്നത്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ആ സമയം പാമോലിൻ്റെ അഴിമതി പ്രശ്നം നിയമസഭയിൽ കത്ത് നിന്നൊരു സമയമാണ്. അന്ന് നിയമസഭാ സമ്മേളനം വൈകുന്നേരം വരെ നീണ്ടു. അത് കഴിഞ്ഞ് അദ്ദേഹം ആലപ്പുഴയിലെ ജോസഫിൻ്റെ കാവാലത്തെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പാതിരാവായിട്ടുണ്ട്. അന്ന് പറവൂരിലെ വീട്ടിൽ വിശ്രമിക്കുമ്പോൾ തിരിച്ചെത്തുമ്പോൾ പുലർച്ചയുമായിട്ടുണ്ട്. അങ്ങനെ ജോസഫിൻ്റെ വീട്ടിൽ ചെന്ന് ജോസഫിന് അഭിവാദ്യം അർപ്പിച്ച് പഴയ കാര്യങ്ങൾ പറഞ്ഞിരുന്നതിന് ശേഷമാണ് ജോസഫിൻ്റെ മരണം സംഭവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ മക്കളിലേക്ക് ഒക്കെ മക്കളുടെ ശസ്ത്രക്രിയയുമൊക്കെ ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വി.എസ്. ഇടപെടുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അതായത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ ഹൃദയബന്ധങ്ങൾ ഏതു കാലത്തും കാത്തുസൂക്ഷിക്കാൻ പോകുന്ന ഇടം വി.എസിൻ്റെ വിശാലമായ മനസ്സിലുണ്ടായിരുന്നു എന്നത് തെളിയിക്കുന്ന ഒരു സംഭവമാണ് അത്.